നമസ്കാരം. വിരാട വിനോദം എന്ന യാത്ര ചെത്തി ബീച്ചിലേക്കാണ്. ഈ നിരന്നിരിക്കുന്ന സാധനങ്ങൾക്ക് പറയുന്ന പേര് ടെട്രാപോഡുകൾ എന്നാണ് കേട്ടോ. ഈ ടെട്രാപോഡുകളാണ് ഭാവിയിൽ ചെത്തിയെ സംരക്ഷിക്കാനുള്ളത്. ഇതാണ് ചെത്തി ബീച്ച്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്ത് അർത്തുങ്കൽ ബസിലിക്കയ്ക്കും മരാരി ബീച്ചിനുമൊക്കെ അടുത്തുള്ള ഒരു മത്സ്യബന്ധന ഗ്രാമമാണ് ഈ ചെത്തി. വളരെ ശാന്തസുന്ദരമായ ഒരു മത്സ്യബന്ധന ഗ്രാമവും കൂടിയാണ് കേട്ടോ ഈ ചെത്തി. ആലപ്പുഴയിലെ ഹാർബർ പോലെയോ എറണാകുളത്തെ ഹാർബർ പോലെയോ കൊച്ചി ഹാർബർ പോലെയോ ഒന്നും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു ഹാർബറാണ്. ഈ ഹാർബറിനെയും ഈ ബീച്ചിനെയും സംരക്ഷിക്കാനായിട്ട് ചെയ്യുന്നതാണ് ഈ ടെട്രാപോഡ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി. ഈ കാണുന്ന ഒരു കടൽപ്പാലമാണ്. വളരെ ശാന്തമായിട്ട് തുഴഞ്ഞു വരുന്ന ഒരു വള്ളക്കാരെ കണ്ടോ. ഒരു ടെട്രാപോഡിൻ്റെ മോൾഡാണ്. രാധിക പരിശോധിക്കുന്നു. എൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് ചെത്തിയിലൊരു കടൽപ്പാലമുണ്ട്. വളരെ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കടൽപ്പാലം. പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പ്രവേശനം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇന്നിവിടെ വലിയ ക്രെയിനുകളൊക്കെ കിടക്കുന്നു. ഈ ക്രെയിനുകളൊക്കെയാണ് നമ്മുടെ ടെട്രാപോഡിനെ, ഏതാണ്ട് 5 ടണ്ണോളം വെയിറ്റ് ഉണ്ട് ഈ ഒരു ടെട്രാപോഡിനെന്നാണ് പറയുന്നത്. 2 മുതൽ 10 ടണ്ണ് വരെയാണ് ടെട്രാപോഡുകളുടെ സൈസ്. അത് ഓരോ സ്ഥലത്തെയും വ്യത്യാസപ്പെട്ടിരിക്കും, ഓരോ സ്ഥലത്തും ഉപയോഗിക്കുന്നത്. രാവിലെ ഇതൊരു 10 മണിയാണ് സമയം കേട്ടോ. 10-11 മണിയാണ്. നല്ല വെയിലാണ്. ഫിഷിങ്ങിന് പോകാനായിട്ട് ബോട്ടുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കാണാം. ധാരാളം വെള്ളക്കൊക്കുകൾ അവിടെ മീനെ പിടിക്കാനായിട്ട് അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നു. ഈ വെയിലില്ലായിരുന്നെങ്കിൽ കുറേ നേരം നമുക്ക് ഇന്ന് ആസ്വദിക്കാമായിരുന്നു. ഇതാണ് കടൽപ്പാലം. പക്ഷേ അങ്ങോട്ട് എൻട്രി ഇപ്പം നിരോധിച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധനുഷ്കോടിയിലെ കടൽപ്പാലം പോലെ ഉള്ളിലേക്ക് നീണ്ടു നിൽക്കുന്നതാണ് ഇത്. ഒരുപാട് റീലുകൾ ഈ ഇൻസ്റ്റഗ്രാമിലുമൊക്കെ കുട്ടികൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും കൂടുതൽ നമ്മൾ അകത്തേക്ക് പോയില്ല, കാരണം അങ്ങോട്ട് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ടെട്രാപോഡുകളുടെ ഈ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോള് പറഞ്ഞതുപോലെ ഈ ചൈനക്കാരൊരു ടെറാക്കോട്ട സൈന്യത്തിനെ കണ്ടെത്തിയല്ലോ, എക്സ്കവേറ്റ് ചെയ്ത്, അതുപോലെ ഇരിക്കുന്നു. വലിയ ക്രെയിനുകളിലൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഈ കടൽപ്പാലം തുറക്കുന്ന സമയത്ത് നമുക്കിത് നിന്ന് വിശദമായിട്ട് കാണാം. എന്താണെങ്കിലും വളരെ കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലവും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഓർക്കുക, ഇപ്പോൾ കടൽപ്പാലത്തേക്ക് എൻട്രി ഇല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.